Yo guys, welcome back to another brand new video. So നമ്മളിവിടെ നിന്ന് നോക്കാൻ പോകുന്നത് ലിക്വിഡിറ്റി ആൻഡ് ഇൻഡ്യൂസ്മെന്റ് എന്നുള്ള സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഓക്കെ, സോ നമ്മൾ മുന്നത്തെ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിക്വിഡിറ്റിനെ കുറിച്ചിട്ടും അതുപോലെ ഇൻഡ്യൂസ്മെന്റിനെ കുറിച്ചിട്ടും. ഓക്കെ, സോ നമ്മൾ ഒരു ട്രേഡ് എടുക്കുന്നതിന് മുന്നേ മേജറായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി രണ്ട് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഒന്ന് ബൈ സൈഡ് ലിക്വിഡിറ്റി, അതുപോലെ സെൽ സൈഡ് ലിക്വിഡിറ്റി. ബൈ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മേൽഭാഗത്ത്, ലൈക്ക് ഇപ്പോൾ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിൽ പോകുന്ന സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ വാട്ട് എവർ ദ ട്രെൻഡ്, നമുക്ക് മേൽ സൈഡിൽ കാണാൻ പറ്റുന്ന ലിക്വിഡിറ്റീസ് ആണ്. ലൈക്ക് മാർക്കറ്റ് ഇപ്പോൾ ഈ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ലിക്വിഡിറ്റിനെ എന്ത് മാർക്ക് ചെയ്യാം, ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ലിക്വിഡിറ്റി ഉണ്ടല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ്, ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, സെൽ സൈഡ് ലിക്വിഡിറ്റി എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് അപ് ട്രെൻഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും മാർക്കറ്റ് ബൈ സൈഡ് ലിക്വിഡിറ്റീസ് ആയിരിക്കും എന്ത് ചെയ്യുക, ടാർഗറ്റ് ചെയ്യുക. സെൽ സൈഡ് ലിക്വിഡിറ്റീസ് മാർക്കറ്റ് എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അടുത്ത ബൈ സൈഡ് ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്യും. ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, മാർക്കറ്റ് മൂവ് ചെയ്യുക. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് ചെയ്യുക, ഒരു ഡൗൺ ട്രെൻഡിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, താഴോട്ടേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇത് സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ്. അതുപോലെ ഇവിടെ കാണുന്നത് ഇത് ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ്. ഓക്കെ, മാർക്കറ്റ് എന്ത് ചെയ്യും, ബൈ സൈഡ് ലിക്വിഡിറ്റി പ്രൊട്ടക്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും, സെൽ സൈഡ് ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്യും. ഈ രീതിയിലാണ് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ മൂവ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എക്സാമ്പിൾസ് നോക്കാം. മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിൽ മൂവ് ചെയ്തതും അതുപോലെ ഡൗൺ ട്രെൻഡിൽ മൂവ് ചെയ്യുന്നതും. ഓക്കെ, സോ അതിനു വേണ്ടി നമുക്ക് ഇവിടെ എടുത്തിട്ടുള്ളത് USD/JPY എന്നുള്ളൊരു പെയറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ഈ ഒരു പോയിന്റ് വരെ മാർക്കറ്റ് അപ് ട്രെൻഡിലായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് ശേഷം മാർക്കറ്റ് താഴോട്ടേക്ക് വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റീപ്ലേ ചെയ്ത് നോക്കാം. സോ ഇവിടെ മാർക്കറ്റ് കാണാൻ കഴിയും. മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ റിവേഴ്സ് ആവുന്നതിന് മുന്നേ തൊട്ട് മുന്നായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ലിക്വിഡിറ്റി പോയിന്റ്, വിച്ച് മീൻസ് നമ്മുടെ ബൈ സൈഡ് ലിക്വിഡിറ്റി, മാർക്കറ്റ് എന്ത് ചെയ്തു, ടാഗ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് നേരെ എന്ത് ചെയ്യുന്നതാണ്, ജസ്റ്റ് അവിടെ താഴോട്ടേക്ക് വന്നു. താഴോട്ടേക്ക് വന്നതിന് ശേഷം പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് ഇവിടെ സെൽ സൈഡ് ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്തു. ഓക്കെ, ഇനി മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഹൈ പ്രൊട്ടക്ട് ചെയ്തതിന് ശേഷം ഇതാണ് നമ്മൾ അടുത്തൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി. ഓക്കെ, സോ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് മൊമെന്റം ഷിഫ്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഡൗൺ ട്രെൻഡിലേക്ക് മാർക്കറ്റ് എന്ത് ചെയ്തു, ഷിഫ്റ്റ് ആയി. സോ ഇനി ഇതിന് ശേഷം മാർക്കറ്റ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, മാർക്കറ്റ് മൂവ് ചെയ്യുക. മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി പ്രൊട്ടക്ട് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ലിക്വിഡിറ്റി പോയിന്റ് മാർക്കറ്റ് എന്ത് ചെയ്യും, ടാർഗറ്റ് ചെയ്യുന്ന കാണാൻ കഴിയും. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റിപ്ലൈ നോക്കാം. മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്തു. സോ നമുക്ക് അടുത്തൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി, ഈ ഒരു ലോ ടാർഗറ്റ് ചെയ്യുന്നതിന് മുന്നേ ഫോം ചെയ്തിട്ടുള്ള അടുത്തൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എങ്ങനെയാണ് ആ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ലിക്വിഡിറ്റി വീണ്ടും എന്ത് ചെയ്തു, പ്രൊട്ടക്ട് ചെയ്യുന്നത് കാണാൻ കഴിയും. ഓക്കെ, അതിന് ശേഷം മാർക്കറ്റ് അടുത്തൊരു ലോ ഉണ്ടാക്കി, വീണ്ടും താഴോട്ടേക്ക് മാർക്കറ്റ് എന്ത് ചെയ്തു, അടുത്തൊരു ലോ ഉണ്ടാക്കി. സോ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് എന്ത് ചെയ്തു, അടുത്തൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി അത് വീണ്ടും പ്രൊട്ടക്ട് ചെയ്തു. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും മാർക്കറ്റ് ഓരോ സെൽ സൈഡ് ലിക്വിഡിറ്റീസ് എന്ത് ചെയ്തു, മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് അതിന് ശേഷം വീണ്ടും എന്ത് ചെയ്തു, താഴോട്ടേക്ക് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഇവിടെ ഉണ്ടായിരുന്ന സെൽ സൈഡ് ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്തു. അതിന് ശേഷം അതിന് മുന്നേ ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ബൈ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു, അടുത്തൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ബൈ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഒരു പോയിന്റ് മാർക്കറ്റ് എന്ത് ചെയ്തു, നേരെ ഓപ്പോസിറ്റ് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഉണ്ടായിരുന്ന സെൽ സൈഡ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, ബൈ സൈഡ് ലിക്വിഡിറ്റി എന്ത് ചെയ്തു, ടാർഗറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ലിക്വിഡിറ്റി പ്രൊട്ടക്ട് ചെയ്തതിനു ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, അടുത്തൊരു ബ്രേക്ക് തന്നു നമുക്ക്. ഓക്കെ, അടുത്തൊരു ബ്രേക്ക് തന്ന സമയത്ത് വീണ്ടും ഇവിടെ നമുക്ക് കാണാൻ കഴിയും മാർക്കറ്റ് ഒരു ന്യൂ ലിക്വിഡിറ്റി പോയിന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അടുത്തൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു,
അവർ സെൽ സൈഡ് ലിക്വിഡിറ്റി പ്രൊട്ടക്ട് ചെയ്തു. അടുത്ത ഒരു ഹൈ വീണ്ടും എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. നമ്മൾ കാണാൻ കഴിയും അടുത്തൊരു ഹൈ വീണ്ടും ബ്രേക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്ക് വീണ്ടും എന്ത് ചെയ്തു, അടുത്തൊരു ലിക്വിഡിറ്റി പോയിന്റ്, അല്ലാന്നുണ്ടെങ്കിൽ അടുത്തൊരു സെൽ സൈഡ് ലിക്വിഡിറ്റിയുടെ ഫോം ചെയ്തു. സോ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുള്ളത് നോക്കാം നമുക്ക്. ജസ്റ്റ് ആ ലിക്വിഡിറ്റി പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ, അപ്പോൾ കറന്റ് നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് എപ്പോഴും സെൽ സൈഡ് ലിക്വിഡിറ്റീസ് ടാർഗറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ ബൈ സൈഡ് ലിക്വിഡിറ്റീസ് മാർക്കറ്റ് എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി അതുപോലെ സെൽ സൈഡ് ലിക്വിഡിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു താഴോട്ടേക്ക് ഇപ്പോൾ നമ്മൾ ഒരു ലിക്വിഡിറ്റി പോയിന്റ് മാർക്കറ്റ് ജസ്റ്റ് എന്ത് ചെയ്തു, ഈ ഒരു പോയിന്റിൽ നിന്ന് ജസ്റ്റ് മാർക്കറ്റ് താഴോട്ടേക്ക് മൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ മേലോട്ടേക്ക് മൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, സെൽ സൈഡ് ലിക്വിഡിറ്റി എന്ന് വിളിക്കും. ഓക്കെ, സെൽ സൈഡ് ലിക്വിഡിറ്റി നമ്മൾ വിളിക്കാൻ കാരണം ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു, തിരിച്ച് മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ ബൈ ചെയ്യാൻ വില്ലിങ് ആയിരിക്കും. ഓക്കെ, അതുപോലെ ഒരു ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് ഈ ലോന്റെ താഴോട്ടേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടേക്ക് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, താഴോട്ടേക്ക് മൂവ് എന്നുള്ള ആ ഒരു മൈൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു അനാലിസിസ് പ്രകാരം അവർ എന്ത് ചെയ്യുന്നുണ്ട്, താഴോട്ടേക്ക് ഷോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, ഈ സെൽ സൈഡ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യും. അപ്പോൾ ഒരുപാട് ട്രേഡേഴ്സ് മാർക്കറ്റിലേക്ക് എൻ്റർ ആവും. അപ്പോൾ അവരെ മാനിപ്പുലേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഈ മാർക്കറ്റ് റിവേഴ്സ് ആവുന്നതിന് മുന്നേ നമുക്ക് ഒരു 99% ഓഫ് ദ ടൈമിൽ മാർക്കറ്റ് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാനിപ്പുലേഷൻ നടന്നതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും, നേരെ ഒറിജിനൽ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഫോം ചെയ്യുന്ന ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റീസ് മാർക്കറ്റ് എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, പിന്നീട് അങ്ങോട്ടേക്ക് മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റീസ്, ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും മാർക്കറ്റ് ഈ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്ത സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള അടുത്തൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ്. സോ മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഒരു പോയിന്റിൽ നിന്ന് ഇനി താഴോട്ടേക്ക് വരാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി പ്രൊട്ടക്ട് ചെയ്തതിനു ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും, മേലോട്ടേക്ക് വരും. അതുപോലെ ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യും. ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിയിൽ ഈ ഒരു സൈഡിൽ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് വൺസ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പോയിന്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തിരിച്ചിങ്ങോട്ടേക്ക് വരുന്ന സമയത്തും ട്രേഡേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, ഇവിടുന്ന് താഴോട്ടേക്ക് പോകും എന്നാണ് എന്ത് ചെയ്യുക, എക്സ്പെക്ട് ചെയ്യുക. സോ അവരെന്ത് ചെയ്യും, ഇവിടെ ഈ ഒരു ഷോർട്ട് പ്ലേസ് ചെയ്യും. അതുപോലെ ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്യും, ഒരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഒരു പോയിന്റ് മാർക്കറ്റ് എന്ത് ചെയ്യും, ഡയറക്റ്റ്ലി ടാർഗറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും, റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ഈ ഒരു പോയിന്റിലേക്ക് മാർക്കറ്റ് എന്ത് ചെയ്യും, തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യും, ആ ഒരു സെയിം തിങ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ പാർട്ട് നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എല്ലാവരും മനസ്സിലാക്കുക, ഒരു ഡൗൺ ട്രെൻഡിൽ മാർക്കറ്റ് എപ്പോഴും ഈ ഒരു രീതിയിലായിരിക്കും മൂവ് ചെയ്യുക. അതുപോലെ ലൈക്ക് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ മൂവ് ചെയ്യുന്നത് എപ്പോഴും സെൽ സൈഡ് ലിക്വിഡിറ്റീസ് ടാർഗറ്റ് ചെയ്ത് ബൈ സൈഡ് ലിക്വിഡിറ്റീസ് പ്രൊട്ടക്ട് ചെയ്തതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. അതുപോലെ ഒരു അപ് ട്രെൻഡിന്റെ കേസിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് മാർക്കറ്റ് സെൽ സൈഡ് ലിക്വിഡിറ്റീസ് പ്രൊട്ടക്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും, ബൈ സൈഡ് ലിക്വിഡിറ്റീസ് ടാർഗറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും കൂടുതൽ അറിയാനും താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഫോം കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ നമ്മുടെ ടീം എന്ത് ചെയ്യും, ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എല്ലാവരും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.